എക്സ്ക്യൂസ് മീ എന്താ ഇതിലൂടെ ഇങ്ങനെ നടക്കണേ? ഓടിയും കാണിച്ച് ഓരോ മൈക്കിങ് എവിടെ സുഹേൽ എവിടെ മൈക്കുന്നുണ്ടായിക്കോട്ടെ. എന്താ നിങ്ങൾ ഈ സമയത്തൊക്കെ ഇവിടെ ഇങ്ങനെ? നിങ്ങളും വിചാരിക്കും നമുക്ക് ഭ്രാന്താണ് മോളായിട്ട് ഇങ്ങനെ ഒറ്റപ്പെട്ട് ഇങ്ങനെ ഇരുട്ടത്തൊക്കെ അത് പിന്നെ കുഞ്ഞ് കൂറ്റി ഇരുട്ടത്ത് ഭയങ്കര ഇരുട്ടല്ലേ? വീഡിയോ ചെയ്ത് നിങ്ങളല്ലേ ദിയേന അന്വേഷിച്ച് ഞാനിങ്ങനെ പറയാം ചിലപ്പോ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും കൂടെയൊക്കെ ഉണ്ടെങ്കിലോ എന്നിട്ട് വെറുതെ ഇറങ്ങിയതാ. അങ്ങനെയല്ല, നമ്മള് ദിയമോളെ കാര്യം അന്വേഷിക്കാൻ വേണ്ടിട്ട് തന്നെ നമ്മള് വന്നിരുന്നത്. നിങ്ങൾ അങ്ങോട്ടേക്ക് അവിടെ നിങ്ങൾ നോക്ക്, ഞാൻ ഇങ്ങോട്ടേക്ക് ശ്രദ്ധിക്കാന്ന് പറഞ്ഞിട്ടേ അവിടെ ഇങ്ങനെ വന്ന് നോക്കിയിരുന്നു ഞാൻ. അപ്പൊ നിങ്ങൾ എങ്ങനെ ഈ റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ ഇങ്ങനെ അപ്പൊ ഒഴിവ് സമയത്തൊക്കെ ഇങ്ങനെ വരുമോ? എങ്ങനെയാണത്? ഞങ്ങൾ കുട്ടിന്റെ ആവശ്യത്തിന് വന്നതാണ്. അപ്പൊ അതിന് നിങ്ങൾ എങ്ങനെ ഈ ജോലി ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടാക്കി ഇങ്ങനെ വരുമോ? അതോ ഇങ്ങനെയല്ല യാത്രക്കിടയിലാണോ? യാത്രക്കിടയിലാണ്. എല്ലായിടത്തും ഇപ്പോഴും നിങ്ങൾ ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണോ? നിങ്ങളെന്താ വിചാരിച്ചത്? അങ്ങനല്ല, ഞങ്ങൾ കുറച്ച് സമയമായിട്ട് നോക്കുന്നുണ്ട്. ഇങ്ങനെ ഈ പെട്ടിക്കിടയിൽ കൂടെ ഒക്കെ നിങ്ങൾ ടോർച്ച് അടിച്ചൊക്കെ നോക്കുന്നു. ലഗേജിന്റെ ഇടയിലൊക്കെ ആ ആളുകൾ അവിടെ കിടന്നുറങ്ങുന്നതിന്റെ ഇടയിലൊക്കെ നിങ്ങൾ ഒരു മുസ്ലിം സ്ത്രീ തലേ തട്ടുവിട്ടൊരു സ്ത്രീ ഇങ്ങനെ ടോർച്ച് അടിച്ച് പോണത് ഇങ്ങനെ കണ്ടപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. പക്ഷെ നിങ്ങൾ ഇങ്ങനെ നടന്നിങ്ങനെ ഇരുട്ടത്തേക്കൊക്കെ ഇറങ്ങി പോകണം എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. എത്ര അപകടം പിടിച്ച പണിയാണ് നിങ്ങൾ കാണിക്കുന്നത്. ഞാൻ ഇങ്ങനെ ഈ ഇരുട്ടത്തേക്കൊക്കെ നിങ്ങൾ ഇങ്ങനെ വന്ന് ഇപ്പൊ കറണ്ട് പോയി, മൊത്തം കുറ്റാക്കൂറ്റി ഇരുട്ടായി പോണത് ബംഗാളികളൊക്കെയാണ്. ഇത് കാണിച്ചു കൊടുത്തവനെ, ആ നിൽക്കുന്ന ബംഗാളിയാണ് അവൻ. കുഞ്ഞു ഭാവയായിട്ട് നിങ്ങളിങ്ങനെ എന്താ നിങ്ങൾ എന്താ ഉദ്ദേശിക്കണത്? അപ്പൊ ഇതിലെ കുട്ടികൾ എന്താ വിചാരിച്ചേക്കണം? നമ്മളെ മാനസികാവസ്ഥ ആർക്കും അറിയില്ല, ഈ കാണുന്നവർക്കും അറിയില്ല. നമ്മളെ ഉള്ളിൽ കടന്ന് നേർന്ന ഒരു സംഭവം ആരും അറിയില്ല. ഞാൻ വെറുതെ എനിക്ക് തോന്നിയതാണേ. ഇവരപ്പുറം പോയപ്പോ ഞാൻ പറഞ്ഞു അവിടെ എന്തോ ഒരു ബാഗ് കുറച്ച് പിന്നെ 2-3 പേര് നിൽക്കുന്നവർ തോന്നി. അപ്പൊ എനിക്കിങ്ങനെ തോന്നുന്നു അതിന്റെ ഇടയിൽ ദിയുണ്ടോന്ന് തോന്നുന്നത്. ഞാനൊന്ന് നോക്കട്ടെ ഇറങ്ങിയപ്പോഴാണ്. നിങ്ങൾ തേടി തരുന്നൊക്കെ ഓക്കെ റീസണബിൾ ആണ്. പക്ഷെ ഇതെന്താണ് ഈ റെയിൽവേ ട്രാക്കിലൊക്കെ വന്നിട്ട് ഇങ്ങനെ പുള്ളിക്കാരി ഈ ചെറിയ കുഞ്ഞിനെ ആയിട്ട്, അതുകൊണ്ട് ബംഗാളികളൊക്കെ ഉള്ള സ്ഥലമാണ്, നോക്കി ഒറ്റപ്പെട്ട് കിടക്കേണ്ടത്. ഇപ്പൊ കറണ്ട് പോയി, മൊത്തം ഇരുട്ടായി പോയി. അവിടെയൊക്കെ കുറെ ആൾക്കാർ കിടക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ ആ വയസ്സിൽ അങ്ങനെ നോക്കി ഇങ്ങനെ വന്നു. ഈ കാരണം ഈ 10 വർഷം പിന്നീട് നിങ്ങൾ ഈ റെയിൽവേ ട്രാക്കുകളൊക്കെ ഇങ്ങനെ സ്റ്റേഷനുകളിൽ, ഇത് 7ാമത്തെ പ്ലാറ്റ്ഫോം ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ സാറ് പറഞ്ഞല്ലോ ബംഗാളി വരുന്നുണ്ട്, തനിയെ നിങ്ങൾ ഒറ്റക്ക് നടക്കുന്നത്. എന്റെ മനസ്സിലെ മൈൻഡ് ആവതല്ല, എന്റെ മോള് എവിടെ എന്നുള്ള ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. ചെറിയ കുഞ്ഞിനെയും കൊടുത്തിട്ട് ഈ ഇരുട്ടത്ത് ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി. ഇതൊന്ന് കാണിച്ചു കൊടുത്തരാ, മെല്ലെ തിരിച്ച് ഇതുണ്ടോ? ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന്റെ കൂറ്റാക്കൂറ്റി ഇരുട്ട് പ്രദേശമാണിത്. 7ാമത്തെ പ്ലാറ്റ്ഫോം. ഒരു മനുഷ്യന്റെ മോൻ തിരിഞ്ഞു നോക്കാനില്ല. ഈ റെയിൽവേ സ്റ്റേഷന്റെ ഈ ട്രാക്ക് തീരുന്ന ഈ പ്രദേശത്തുള്ള ഈ ഏരിയ, ഈ പ്ലാറ്റ്ഫോം ഇപ്പോഴും ഇവർ തേടി തിരഞ്ഞുകൊണ്ട് നടക്കുക എന്ന് പറയുമ്പോൾ നമുക്കിത് ഒട്ടും ഉൾക്കൊള്ളാൻ വേണ്ടി സാധിക്കുന്നില്ല. വീണ്ടും കറണ്ട് പോയി, ഭയങ്കര ഇരുട്ടായി ഇവിടെ. ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ കറണ്ട് ഉണ്ട്. എനിക്കെന്തോ സുഖമില്ലായ്മ ഫീൽ ചെയ്തു. ആരാ? പക്ഷെ നിങ്ങളുടെ അടുത്തെത്തി കഴിഞ്ഞപ്പോൾ ഇത് ആരാണെന്നുള്ളത് എനിക്ക് അന്വേഷിക്കുന്നില്ല. നമ്മളെ കുട്ടിന്റെ കേസ് എന്താ പൊന്നെ ഭക്ഷണം കഴിച്ചോ കുഞ്ഞ്? കഴിച്ചോ പൊന്നെ? ഇപ്പൊ ഒരു കോള് വന്നിട്ട് ഇങ്ങനെ. അപ്പൊ നിങ്ങൾ ഈ അന്വേഷിച്ച് നടക്കുന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലുള്ളവർക്ക് പോലും അറിയില്ല? ഞങ്ങളെ വീട്ടുകാരായിട്ട് സംസാരിക്കും, എന്റെ വീട്ടുകാരായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ കാര്യങ്ങളും നമ്മളല്ലേ. നിങ്ങൾ ഉപ്പയും ഉമ്മയും കൂടി കണക്കാക്കി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഈ കേരളത്തിന് പുറത്തൊരു സ്റ്റേഷനിൽ പോയാൽ ഈ ഒരു സമീപനം ആയിരിക്കില്ല അവിടെ ഒന്നും ഉണ്ടാവുക. നിങ്ങളൊരു സ്ത്രീയാണ്, നമ്മൾ പറയുന്നതുകൊണ്ട് വേറെ വിചാരിക്കരുത്. ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നിങ്ങൾ ഒറ്റയ്ക്ക്, നിങ്ങൾ 2 പേരോട് പോയിക്കൊള്ളു. അല്ല, ഇവരുണ്ട്. അപ്പൊ കാണുന്ന കടയില് നമ്മുടെ നാട്ടിലെ വ്യവസ്ഥ ഈ ബംഗാളികളായിട്ടുള്ള 3-4 അവന്മാർ ഇവിടെ ചുറ്റിപ്പറ്റി. എന്റെ ജീവിതത്തിലെ പേടിയൊക്കെ പണ്ടേ പോയിട്ടുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് എന്റെ ഒറ്റൊരു ഉദ്ദേശമുള്ള എന്റെ മോള് നല്ലൊരു ചിന്തയുള്ളൂ. അപ്പൊ എന്റെ മോള് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിലോ അതോർത്തിട്ട് ഇങ്ങോട്ടേക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് നീങ്ങിയെന്നാ. നിങ്ങൾ ടൈം ഉണ്ടാവും, നമുക്ക് കുറച്ച് സമയം മാറി സംസാരിക്കാം. ഇപ്പൊ കുറച്ച് ടൈം ആയില്ല, ഇനി പകല് നമുക്ക് ചെയ്യാം. അല്ല എന്നാ എങ്ങനെയാണ് ചെയ്യാ സാറിന്? ഇല്ല തീർച്ചയായും എന്റെ കാര്യം നിങ്ങൾ വിട്ടേക്കൂ, എല്ലാ സമയത്തും ഓക്കെയാണ്. കാരണം നിങ്ങൾ ഇതുപോലൊരു സംഭവം, ഇത് നമുക്കൊരു വല്ലാതെ വേദന ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ് കേട്ടോ. എന്താ പറയുക, സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി പോകുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കുമല്ലോ. നമസ്കാരം, ഞാൻ ജെയിംസ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഞാനൊരു മറ്റൊരു വാർത്ത ചെയ്യാൻ വേണ്ടിയിട്ട് എത്തിച്ചേർന്നത്. റെയിൽവേ സ്റ്റേഷന്റെ 7ാമത്തെ ട്രാക്കിൽ ഒരുപാട് ലഗേജുകളൊക്കെ ഇങ്ങനെ അടുങ്ങി കിടക്കുന്നുണ്ട്. അതിനിടയിലൊക്കെ ചില കുട്ടികളുമായിട്ടും വലിയവരുമൊക്കെ ലഗേജുകൾക്കിടയിൽ കിടന്നുറങ്ങുന്നുണ്ട്. അപ്പോൾ ആ ലഗേജിന്റെ ഇടയിൽ ഒരു സ്ത്രീ ഒരു കൈക്കുഞ്ഞിനെ തോളത്ത് ഇങ്ങനെ ചേർത്ത് കിടത്തി, തോളത്തൊരു വാനിറ്റി ബാഗും ധരിച്ച് എന്തോ തേടി തിരയുന്നു. ഞാൻ ശ്രദ്ധിച്ചപ്പോൾ തലയിൽ ഇങ്ങനെ ഒരു ഷോൾ ധരിച്ചിട്ടുണ്ട്. ഒരു മുസ്ലിം സ്ത്രീയുടെ ലുക്കാണ് ഞാൻ കണ്ടത്. ഞാൻ നടുക്കത്തോടുകൂടി മനസ്സിലാക്കിയത് അത് ദിയാമോളുടെ ഉമ്മയാണ് എന്നുള്ളത്. ഓരോ റെയിൽവേ സ്റ്റേഷനിലും അവരുടെ ഭർത്താവിന്റെ ജോലി സമയത്തിൽ എന്തെങ്കിലും ഒരു ഒഴിവ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കൂലിവേല ചെയ്ത് കിട്ടുന്ന ആ ഒരു ചെറിയ പണവുമായി ഈ കുഞ്ഞിനെ അന്വേഷിച്ചിറങ്ങുന്ന ഈ മാതാവും പിതാവും, ഇത് നമ്മുടെ മലയാളികളായിട്ടുള്ള മറ്റാർക്കും അറിയാത്ത ഒരു കാര്യമാണ്. ഇവരിങ്ങനെ റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റേഷനുകളിലും ഒക്കെ അവർ ജോലി ചെയ്ത് കിട്ടിയ ആ കൂലി മുഴുവൻ കുഞ്ഞിനെ അന്വേഷിച്ച് തീർക്കുകയാണ്. ഈ ഭിക്ഷാടകരുടെ കിടന്നുറങ്ങുന്ന കുഞ്ഞിന്റെ മുഖത്തൊക്കെ ഈ സ്ത്രീ ടോർച്ച് തെളിച്ച് നോക്കുന്നത് ഞാനിങ്ങനെ കാണുകയാണ്. ഇങ്ങനെയുള്ളൊരു കാഴ്ച കണ്ടുകൊണ്ട് ഞാൻ അങ്ങോട്ട് ശ്രദ്ധിച്ചത്. എന്തായാലും നമ്മുടെ ഹൃദയത്തിൽ വല്ലാത്തൊരു വേദന ഉണ്ടാക്കുന്ന ഒരു കാഴ്ച. ഇപ്പൊ എത്ര വയസ്സായി കുഞ്ഞ്? 1.5 വയസ്സ്. 1.5 വയസ്സാ?
ഇപ്പൊ ദിയമോളുടെ പ്രായമാണോ? ആ ദീമോൾ അതേ പ്രായം. 10 വർഷം പിന്നിടുമ്പോ നിങ്ങൾ എങ്ങനെയായത്? നിങ്ങൾ ഇങ്ങനെ സമയം കിട്ടുമ്പോഴൊക്കെ ഇറങ്ങും? എന്താ ചെയ്യാ നിങ്ങൾ? നമുക്ക് നമ്മളെവിടെ പോവാണെങ്കിൽ നമ്മളെ മനസ്സിൽ ദീമോൾ എന്നുള്ള ഒറ്റ ചിന്തയുള്ളൂ. ഞങ്ങൾ എവിടെയെങ്കിലും യാത്ര ചെയ്യാൻ പറയും. ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവല്ലോ ഓരോ സ്ഥലങ്ങളിലൊക്കെ. ഞാൻ പറയും നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം, ചിലപ്പോൾ അവിടെ ദീ ഉണ്ടെങ്കിലോ, എന്തായാലും നമ്മളെ മോളെ നമുക്ക് തിരിച്ചറിയാതിരിക്കൂലല്ലോ, നമുക്കൊന്ന് പോയി നോക്കാന്നൊക്കെ. ഇപ്പൊ ഇവിടെ ഇങ്ങനെ പറഞ്ഞ നമുക്ക് എന്തായാലും കുറച്ച് സമയം ഉണ്ടല്ലോ, നമുക്ക് ഇങ്ങനെ നടക്കാം. അപ്പോഴാണ് നിങ്ങൾ കണ്ടുമുട്ടുന്നത്. നിങ്ങൾ ഇന്നും പ്രതീക്ഷിക്കുന്നുണ്ടോ ഈ 10 വർഷം പിന്നിടുമ്പോൾ ഇതുപോലെ റെയിൽവേ സ്റ്റേഷനിലോ എവിടെയെങ്കിലും ഉണ്ടാവും നിങ്ങൾ ഇങ്ങനെ കരുതുകയാണോ? ആ പ്രതീക്ഷ ഒരിക്കലും ഞങ്ങൾ വിട്ടിട്ടില്ല. കിട്ടുന്നുള്ള ഒറ്റൊരു പ്രതീക്ഷയില്ല ഞങ്ങൾ മുന്നോട്ട് പോകും. നിങ്ങളിപ്പോൾ ടൈലിന്റെ പണിയല്ലേ എടുക്കുന്നത്? അപ്പൊ ഇപ്പോഴും ആ പണിക്കിടയിൽ നിങ്ങൾ കിട്ടുന്ന കൂലി ഒക്കെ വെച്ചിട്ട് നിങ്ങൾ ഇതൊക്കെയാണോ ഇങ്ങനെ അന്വേഷിച്ചു നടക്കണോ ഇപ്പോഴും? ഓരോ സ്ഥലത്ത് ഇങ്ങനെ ആരെങ്കിലും അവിടെ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ഒന്ന് വന്ന് അന്വേഷിക്കുക, കണ്ടെത്തുക. കണ്ടു കിട്ടിക്കഴിഞ്ഞാൽ വലിയ ഉപകാരമല്ല, നമ്മളെ കുട്ടിനെ കിട്ടിയാൽ വലിയ സന്തോഷമല്ലേ. അപ്പൊ ഇങ്ങനെ ആര് വിളിച്ചാലും എന്തെങ്കിലും സൂചന കിട്ടിയാൽ അവിടെയൊക്കെ ഇങ്ങനെ പോയി അന്വേഷിക്കുക, അതന്നെ പരിപാടി. ഇങ്ങനെ ഒരു അന്വേഷണം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇത് പ്രാക്ടിക്കൽ ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നമുക്ക് പ്രാക്ടിക്കൽ ആണെന്നുള്ളത് നമ്മളെ ചിന്തയില് പ്രാക്ടിക്കൽ ആണെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. പ്രതീക്ഷയാണ് നിങ്ങൾക്ക് അതുപോലെ ഉറച്ചു. ഏത് വഴിയും തിരഞ്ഞെടുക്കുക എന്നുള്ള ഇതാണ്. പല ആൾക്കാരും ഇങ്ങനെ പലതും പറയുന്നില്ല, നമ്മൾ അന്വേഷിക്കുന്നില്ല, കണ്ടെത്താൻ ഒന്നും നോക്കുന്നില്ല, ശ്രമിക്കുന്നില്ല എന്നൊക്കെ പറയുന്നില്ലേ. നമ്മൾ ഇന്ന് ഒരു ചെറിയ സൂചന കിട്ടിയാൽ പോലും അവിടെയൊക്കെ എത്തിപ്പെടുക. നമ്മളാദ്യം ഒന്ന് കൺഫേം ചെയ്യുക, എന്നിട്ട് ബാക്കി പോലീസിന് ഇതിങ്ങനെ കൊടുക്കാന്നുള്ള ഉദ്ദേശത്തിൽ അങ്ങനെ എവിടെ നിന്ന് വിളിച്ചാലും പോക്കുണ്ട്. അങ്ങനെ വന്ന് പെട്ടത് അവിടെ. ഇപ്പൊ നിങ്ങൾ ഇതിലൂടെ നടന്നു പോകുമ്പോൾ നമ്മളെ കണ്ടുമുട്ടുന്നത് ഇതാണ് ഞങ്ങളുടെ അവസ്ഥ. ഞങ്ങൾ എവിടെ ചെന്നാലും നമ്മളെ മോള് എവിടെയാണെന്നറിയാം. ഈ ട്രെയിൻ ഇവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളെ പറഞ്ഞു നമുക്കൊന്ന് നോക്കാം, പടച്ചോനെ ഏതെങ്കിലും ഒരു വഴി നമുക്ക് കാണിച്ചു തന്നാലോ. കുറെ പേര് പറയും നിങ്ങളെ മോളെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുക, മറന്നിട്ടുണ്ടാവില്ല. ഞാൻ പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്ന ഒരാൾ മേലുണ്ട്. കുറെ പേര് പറയും നിങ്ങളെ മറന്നിട്ടുണ്ടാവും അങ്ങനെ. ഞാൻ പറഞ്ഞു അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമില്ല, പക്ഷെ എൻ്റെ മോളെ കിട്ടുന്നുള്ളതിൽ തന്നെ ഞാനും പറയും അല്ല അങ്ങനെയൊന്നുമില്ല, എൻ്റെ മോള് നഷ്ടപ്പെട്ടതാണെങ്കിൽ എനിക്ക് തിരിച്ചു കിട്ടുന്നുള്ളത് എനിക്കറിയാന്ന് പറയും. മലയാളികളുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയായിട്ട് ഇത് പറയാതിരിക്കാനാവില്ല. എന്നാ ബർത്ത്ഡേ എന്നാണ് കുഞ്ഞിന്റെ? ഇവളെ ജൂൺ 5 അല്ലേ? എന്താ പേരിട്ടേക്കണേ? ഹെസ്റിൻ ഹൈസ. കൈ കൊടുക്കൂ. എൻ്റെ മോളെ കുറിച്ച് പറയുന്നത് മറ്റാരും അല്ല, ഇപ്പൊ ദിയമോളുടെ ഉപ്പയാണ് പറയുന്നത്. ഉപ്പയും ഉമ്മയും വന്നിട്ടാണ് സംസാരിക്കുന്നത്, അല്ലാണ്ട് വേറെ എവിടുന്നും ആരടുത്തുനിന്നും പറഞ്ഞിട്ട് ഫലിപ്പിച്ച് വിട്ടതല്ല. അതെന്താ ജനങ്ങൾ മനസ്സിലാക്കാത്ത എന്താണെന്നുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. എന്താണ് അവർ ചിന്തിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. പിന്നൊരു കാര്യം പറയുന്നത്, ദയവ് ചെയ്തിട്ട് നമ്മൾ ഉപദ്രവിക്കാതിരിക്കുക. ജനങ്ങളോട് പറയുന്ന സത്യസന്ധമായ കാര്യങ്ങൾ പറയാം. കുറെ പേര് പറയും കുട്ടിനെ അടുത്തെത്തി, കുട്ടിനെ കിട്ടിയല്ല, കുട്ടിനെ കിട്ടിയിട്ട് ഇവർക്ക് എന്താ കുട്ടിനെ ആവശ്യമില്ല, കുട്ടി എവിടെ ഉണ്ട് എന്നല്ല പറയുന്നത്. കുട്ടിനെ പോയിട്ട് ഇവരെന്താ എടുക്കാത്ത, ഇവർക്ക് കുട്ടിനെ വേണ്ട, ഇവർക്ക് കുട്ടിനെ ആവശ്യമില്ല, പിന്നെ നമ്മൾ എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നതെന്ന് പറയുന്നവർ കുറെ പേരുണ്ട്. ഇത്രത്തോളം അനുഭവിച്ചിട്ടുണ്ട്. സത്യം 10 വർഷമായിട്ട് അനുഭവിക്കുന്ന നമ്മൾ ഉറക്ക് വരെ ഇല്ല. പകലെന്നോ രാത്രികളെന്നോ വരെ നമുക്കറിയില്ലായിരുന്നു. കുട്ടിനെ കുറിച്ച് കുട്ടി എന്തെങ്കിലും എവിടെങ്കിലും ഒരു പിന്നെന്താണ് ഇത് എന്തെങ്കിലും ഒരു ചെറിയൊരു ഇത് കേൾക്കുന്ന സമയങ്ങളിൽ, ചെറിയ എന്തെങ്കിലും കേൾക്കുന്ന സമയത്ത് ഒരു ദിയമോളെ സാദൃശ്യം അല്ല കുട്ടീനെ പറയുള്ളൂ. അപ്പോഴത്തേനും ഞങ്ങൾ അന്വേഷിച്ച് പിടിച്ച് ഞങ്ങൾ അങ്ങോട്ടേക്ക് ഓടുകയാണ്. ഓടി അങ്ങ് ചെല്ലുകയാണ്. എന്താന്ന് വെച്ചാൽ നമ്മൾ കുട്ടി ആയിരിക്കണേ എന്നുള്ള പ്രാർത്ഥനയിലാണ് ഓടുന്നത്. അത് സമയം നോക്കാറില്ല, പാതിരാത്രിയാണോ നോക്കാറില്ല, ഒന്നും നോക്കാറില്ല. കിട്ടിയ വണ്ടി വിളിച്ചിട്ടും കൂടെയാണ്. നമ്മൾ തന്നെ എല്ലായിടത്തും പോയിട്ടുള്ളൂ. ആരെന്ത് പറഞ്ഞാലും എന്തായാലും നമുക്കറിയാം നമ്മൾ എത്രത്തോളം നമ്മളെ കുട്ടിനെ കുറിച്ച് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് സത്യാവസ്ഥ ദിയമോളെ ഉപ്പാക്കും ഉമ്മാക്കും നന്നായിട്ട് അറിയാം. നേറിയിട്ട് തന്നെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഓരോ കാര്യങ്ങൾക്ക് പോകുമ്പോൾ ഓരോന്നിന്റെ ഓരോതായ കഷ്ടപ്പാടുകളുണ്ട്. മറ്റുള്ള ഒന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ പേരിൽ നിങ്ങൾക്ക് തരാനെന്ന് പറഞ്ഞ് എവിടെയെങ്കിലും പണപ്പിരിവ് നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ പണം നിങ്ങളിലേക്ക് എത്തുന്നില്ല. നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടി അല്ലെങ്കിൽ കുഞ്ഞിനെ നഷ്ടപ്പെട്ട മാതാപിതാക്കളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ആളുകൾ തയ്യാറാവുന്നത്. ആ പണം നിങ്ങളിലേക്ക് എത്തുന്നില്ല. അപ്പോൾ അങ്ങനെ ആരെങ്കിലും പണം പിരിക്കുന്നുണ്ടെങ്കിൽ അതിന് തടസ്സപ്പെടണം. കാരണം ഒരുപാട് പേര് വിശ്വസിച്ച് നിങ്ങളിലേക്ക് എത്തുന്നുണ്ടെന്ന് വിശ്വസിച്ച് തന്നെ ആയിരിക്കും അവരത് കൊടുക്കുന്നത്. അപ്പം നിങ്ങളിത് തുറന്നു പറയാൻ വേണ്ടി തയ്യാറാവണം. അതിന് നിങ്ങൾ യൂട്യൂബ് ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗിക്കുക, തുടർന്ന് മുന്നോട്ട് ഉപയോഗിക്കുക. അത് ഞങ്ങൾ ഉപയോഗിക്കുന്നത് അതിന് എന്താണെന്ന് വെച്ചാൽ ഉപ്പ വിറ്റു കുട്ടിനെ, ഉമ്മ അത് ചെയ്തത്, ഉപ്പ എന്തൊക്കെയോ ചെയ്തു തന്നെ പറയുന്നത്. അങ്ങനെയൊന്നും പറയുന്നത് മറുപടി പറയേണ്ട ആവശ്യമൊന്നും. ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ആളുകൾ തയ്യാറാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് നോ പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നിങ്ങളുടെ സിറ്റുവേഷൻ ഇപ്പോൾ അതാണ്. നിങ്ങളുടെ അത്രയും ബാഡ് ആയ സ്ഥിതിക്ക് നിങ്ങൾ അതിന് നോ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് തരാൻ തയ്യാറാവുന്നു, നിങ്ങൾ വാങ്ങുക, അതിൽ തെറ്റൊന്നുമില്ല. കാരണം നിങ്ങൾ മനസ്സറിഞ്ഞ് നിങ്ങളെ അറിഞ്ഞ് സഹായിക്കാൻ വേണ്ടി തയ്യാറാവുന്ന ആളുകളോട് നിങ്ങൾ വേണ്ടെന്ന് പറയേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ തന്നെ നമുക്ക് പല പേരുകളും നമ്മൾ കേട്ടിരിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ ഞാൻ ഈ വാർത്തയോടൊപ്പം കൊടുക്കുകയാണ്. നിങ്ങൾ നോ പറയരുതെന്നാണ് ഞാൻ പറയുന്നത്. കാരണം നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ ഡീറ്റെയിൽസും നിങ്ങളുടെ ഗൂഗിൾ പേ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കാം. അപ്പോൾ എന്തെങ്കിലും ആർക്കെങ്കിലും നിങ്ങളെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ അത് നേരിട്ട് നിങ്ങളിലേക്ക് എത്തിക്കോട്ടെ. അല്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ ബാക്കിയുള്ള ആളുകൾ പണം പിരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ
അങ്ങനെ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ഒരു വാർത്തയോട് കൂടിയിട്ട് അതെല്ലാം പുറത്തു വരികയും ചെയ്യും. ഇത് പറയും വല്ലാത്തൊരു വേദനയായിട്ട് തന്നെ എനിക്ക് തോന്നുന്നത്. ഇനി പിന്നെ കുട്ടിന്റെ പേരും പറഞ്ഞ് നമ്മൾ പണം പിരിക്കുക എന്നുള്ളതാണ് പേര് വരിക. ആ ഒരു ഭയവും ഞങ്ങൾക്കുണ്ട്. അങ്ങനെയല്ല മോളെ ആവശ്യത്തിന് നമ്മൾ അല്ലെങ്കിൽ തന്നെ കുറേ തന്നെ നെഞ്ചിനകത്ത് കൊണ്ട് നടക്കുകയാണ്. അതിന്റെ ഇടയിൽ പിരിവ് അത് ഇതെന്നും പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ താങ്ങാനുള്ള ശക്തി ഇല്ല. ദിയാമോളെ കുറിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേഷൻസ് എന്താണ്? കുട്ടിനെ കുറിച്ച് പുതിയ അപ്ഡേഷൻ എന്താന്ന് വെച്ചാൽ കുട്ടിനെ ഇതുവരെ ഒരു കേസൊന്നും ആയിട്ടില്ല. CBIക്ക് കൊടുക്കണം എന്നാണ് ആഗ്രഹം. ഇതുവരെ എവിടെ എത്തിയിട്ടില്ല. പോലീസ് അന്വേഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടണം. മോളെ കിട്ടുന്നത് വരെ ഞങ്ങൾ ഇതിന്റെ ബാക്കിൽ തന്നെ ഉണ്ടാവും. ആരെന്ത് പറഞ്ഞാലും നമ്മളെ മോളാണ് നഷ്ടപ്പെട്ടത്. പറയുന്നവർക്ക് എന്തും പറയാം. വേദനിക്കുന്നവർ ഇഷ്ടം പോലെ ഉണ്ട്. ദിയമോളെ കുറിച്ച് ഓർക്കാത്ത ദിവസങ്ങളില്ലാത്തവരുണ്ട്. അല്ല, അങ്ങനെയുള്ള ഒരുപാട് പേര് ഇപ്പൊ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ ആളുകൾ പുറപ്പെട്ട് ഇറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി കൊടുക്കാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്. എന്തായാലും ആരെന്ത് പറഞ്ഞാലും നമ്മളെ മോക്ക് വേണ്ടി നമ്മൾ മുന്നോട്ട് തന്നെ ഇറങ്ങുക. അല്ലാണ്ട് എന്റെ മോളെ നഷ്ടപ്പെട്ടത് കുഞ്ഞിന്റെ ഒപ്പിക്കും ഉമ്മയ്ക്കും തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ലോകത്ത് വേറെ ആർക്കും അതിന്റെ വേദനയുള്ളൂ. അതെ. എന്തായാലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരോട് നന്ദി കടപ്പാട് അവരോടുണ്ട്. അല്ലാണ്ട് മറ്റുള്ളതൊക്കെ പറയുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ദയവ് ചെയ്തിട്ട് ഉപദ്രവിക്കാതിരിക്കുക. മോള് പോയ വേദന തിന്ന് എന്താന്നെ ചില കാര്യങ്ങൾ ഓർക്കാൻ കഴിയും. അത് അത്രക്കും ഇതിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയിൽ ഇങ്ങനത്തെ ഓരോന്നും പറഞ്ഞിട്ട് ഞങ്ങളെ ഉപദ്രവിക്കാതിരിക്കുക. 10 വർഷമായിട്ട് തീയ തിന്നുന്നത്, തീ മനസ്സിൽ കനൽ കണ്ടിട്ടുണ്ട്. അതേ അവസ്ഥയാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങളെ മോളെ ഞങ്ങൾക്കാണ് നഷ്ടപ്പെട്ടത്. ഈ പറയുന്നവർ ആർക്കും അല്ല, നഷ്ടപ്പെട്ടത് ഞങ്ങൾക്ക് മാത്രമാണ്. എങ്ങനെയെങ്കിലും എന്റെ മോളെ കണ്ടുപിടിക്കണം എന്ന്, അതിന്റെ സത്യാവസ്ഥ പുറത്ത് കൊണ്ടുവരണം മാത്രമേ ആഗ്രഹമുള്ളൂ. എന്തിനും തയ്യാറായിട്ടാണ് ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത്. മോള് നഷ്ടപ്പെടുന്നതിനേക്കാളും കൂടുതൽ പരീക്ഷണങ്ങളൊന്നും വരാനില്ല. ഞങ്ങൾക്ക് ഞങ്ങളെ മോളെ സത്യാവസ്ഥ അറിയണം. വേറെ ഒന്നും ഞങ്ങൾക്ക് ആഗ്രഹമില്ല. ഞങ്ങൾക്ക് അത് മാത്രമേ ആഗ്രഹമുള്ളൂ. എൻ്റെ ഒരു അപേക്ഷയാണ്, എൻ്റെ മോളെ കിട്ടാൻ വേണ്ടി എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. മക്കളെല്ലാം ഭക്ഷണം കൊടുത്തു കഴിഞ്ഞിട്ട് അവരെ ഉറക്കി അവരുടെ അടുത്ത് കിടക്കുന്ന സമയത്ത് എപ്പോഴും ഞാൻ ഒന്ന് പൊട്ടിക്കറിയും. എന്താന്ന് വെച്ചാല് പെട്ടെന്ന് അറിയാണ്ട് ഞാൻ ചാടി എഴുന്നേക്കും. മോളെ എന്ന് വിളിച്ചാൽ ചിലപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയാം, അവളുടെ ഡ്രസ്സ് ഞാൻ എന്തായാലും എൻ്റെ ആരും അറിയില്ല. ഇന്ന് വരെ ആരും അറിഞ്ഞിട്ടില്ല. എൻ്റെ വീട്ടുകാർ പോലും അറിഞ്ഞിട്ടില്ല. എൻ്റെ മോളെ ഡ്രസ്സ് ഞാൻ ഏതെങ്കിലും ഒന്ന് ഞാൻ എൻ്റെ അടുത്തതാണ് തലേണൻ്റെ അടുത്ത് കൊണ്ടുവന്ന് നോക്കും. എൻ്റെ മോളെ സ്മെല്ലുള്ള ഒരു സംഭവമെങ്കിൽ എൻ്റെ അടുത്ത് വേണം. പിന്നെ ഞാൻ കുറച്ച് നേരം ഇരുന്ന് കാര്യം, പടച്ചോനെ എൻ്റെ കുട്ടി എവിടെയായിരിക്കും അല്ല, എൻ്റെ കുട്ടീനെ എന്തെങ്കിലും ഒരു തെളിവ് നീ കാണിച്ചോണ്ട. എനിക്ക് വേറൊന്നും ആവശ്യമില്ല റബ്ബേ. എൻ്റെ മോൾ എവിടെയാണോ പോയത്, എവിടെയാണോ നീ മാറ്റി വെച്ചത്, എവിടെയാണോ മറച്ചു വെച്ചത്, അതൊന്നും നീ എനിക്ക് തെളിയിച്ചു താ. വേറൊന്നും എനിക്ക് വേണ്ട. ഞാൻ എന്ത് ജോലി ചെയ്യുന്നുണ്ടെങ്കിലും മക്കളെ നോക്കുന്നുണ്ടെങ്കിലും എൻ്റെ ഓർമ്മയിൽ എൻ്റെ ദിയമോള് തന്നെയാണ്. ഒരു 10-12 വയസ്സുള്ള കുട്ടികളൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും, പടച്ചോനെ എൻ്റെ മോളുണ്ടെങ്കിൽ 12 വയസ്സായിട്ട് ഇതേപോലെ ഉണ്ടാവൂലേ അല്ല, എൻ്റെ മോള് എൻ്റെ അടുത്തുണ്ടെങ്കിൽ ഞാൻ ഇത്ര അനുഭവിക്കണം വേദന. അപ്പോഴും കുറച്ചേരം ഇരുന്നിട്ട് കരയും, കണ്ണീര് വറ്റി. എന്നാലും മോളല്ലേ, ഒരാളോട് പറയേണ്ട ആവശ്യമില്ല. മക്കൾ എത്രത്തോളം എല്ലാവർക്കും എത്രത്തോളം സ്നേഹം ഉണ്ട് എന്ന് അത് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആ ഒരു വേദന നമുക്കൊന്നും വേണ്ട. നമ്മളെ മക്കൾക്ക് ഒരു ചെറിയൊരു പനി പിടിച്ച് അവർ അവശതയായി കിടക്കുമ്പോഴത്തേനും നമ്മൾ ഓടിപ്പോയിട്ട് നമ്മൾ അവരെ എന്താ പറ്റിയ എന്താ വേണ്ടതെന്ന് നമ്മൾ ചോദിക്കും. ഞാൻ എന്ത് ചോദിക്കും, 1.5 വയസ്സിൽ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച് പറിച്ചിട്ട് കൊണ്ടുപോയതാണ്. എന്താണെന്ന് അറിയില്ല. എൻ്റെ മോള് തിന്നുന്നുണ്ടോ, കുടിക്കുന്നുണ്ടോ, അഥവാ ജീവിച്ചിരിപ്പില്ല എങ്ങനെയായിരിക്കും എൻ്റെ മോളെ ഉപദ്രവിക്കുന്നുണ്ടോ. ഇന്നത്തെ കാലത്ത് മക്കളെ ഉപദ്രവിക്കുന്ന എത്രയോ അച്ഛനമ്മമാരുണ്ട്. എൻ്റെ കുട്ടി ഏതെങ്കിലും സ്ഥലത്ത് നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ ആകുന്നുണ്ടോ എന്നൊക്കെ ഓർത്ത് എത്രയോ ചിന്തിച്ച് ഇങ്ങനെ കൂട്ടൽ തന്നെ. പകലെന്നില്ല രാത്രി എന്നില്ല, എങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ മോളെ കുറിച്ച് തന്നെ ഓർക്കാറ്. ചിലവർ വിചാരിക്കും ഇവർക്ക് കുട്ടീനെ ഓർമ്മയില്ലേ. ഒരിക്കലും നമുക്ക് മറ്റുള്ള എൻ്റെ ദിയാന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ എൻ്റെ മനസ്സിലാണ് കൊണ്ടു നടക്കുന്നത്. എൻ്റെ മോളെ കുറിച്ച് എനിക്കാണ് അറിയുന്നത്. എൻ്റെ മോളെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ഓരോ കാര്യങ്ങൾ ഓർത്തെടുക്കും. എൻ്റെ മോള് പെരുന്നാളിൻ്റെ അന്ന് അതെനിക്ക് വല്ലാത്ത വേദനയാണ്. പെരുന്നാളിന് ഇട്ട ചെരുപ്പ് അവള് പോകുന്ന അന്ന് രാവിലെ ആ ചെരുപ്പ് കാലിനിട്ട് അത് ഞാൻ എടുത്തിട്ട് പറഞ്ഞു, ഈ സമയത്ത് നീ ഇതിടണ്ട, ഇത് പുതിയ ചെരുപ്പല്ല മോളെ, നമുക്ക് പിന്നീട്. ഞാൻ അറിയില്ലായിരുന്നു എൻ്റെ അടുത്ത് പോവുകയാണ് എന്നുള്ളത്. അത്രത്തോളം വേദനയോടുകൂടി തന്നെ ജീവിക്കുന്നത്. മനസ്സൊക്കെ മരവിച്ചിട്ടുള്ള എന്താ ഏതാന്നൊന്നും അറിയാത്ത പോലെ ഉള്ളത്. ചില സമയത്ത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ പോലും എനിക്ക് ഓർമ്മയുണ്ടാവില്ല. എനിക്ക് മറവിയാ. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സ്റ്റക്ക് ആവും. ഞാൻ എന്തിനായിരുന്നു ഇങ്ങോട്ടേക്ക് വന്നേന്ന്. എന്താന്ന് വെച്ചാൽ മോളെ ചിന്തിച്ച് വേറെ എന്തൊക്കെയോ ആയിട്ടാണുള്ളത് മനസ്സ്. അങ്ങനെ നീറിയിട്ട് ജീവിക്കുന്നത്. ഇതൊന്നും ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. അനുഭവിക്കുന്ന നമ്മളെ വേദന ആർക്ക് പറഞ്ഞാൽ മനസ്സിലാണ്. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ട്. മനസ്സ് വേദനിക്കുന്നവർക്ക് അത് എന്നൊരു വേദന ഉണ്ടാവും, അല്ലാത്തവർക്ക് ഒന്നും ഉണ്ടാവില്ല. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു ഉമ്മയുടെ വേദന, ഈ ഉമ്മയുടെ വേദന എന്ന് പറഞ്ഞാൽ അവർ നല്ലൊരു ചെരുപ്പ് മേടിച്ച് ദിയാമോൾ എടുത്തിടുക. ദിയാമോൾ എടുത്തിട്ടത് കണ്ടിട്ട് ഉമ്മ പോയി പറയുകയാണ്, മോളെ ഇതിപ്പോൾ ഇടണ്ടെന്ന് പറഞ്ഞ് അത് ആ ചെരുപ്പ് ചോദിച്ചു. പക്ഷെ മോള് കൊടുത്തില്ല. കുഞ്ഞ് കൊടുക്കാതെ വന്നപ്പോൾ ഉമ്മ അത് പിടിച്ച് വലിച്ചു മേടിച്ചെടുത്തു. കാരണം എന്തുകൊണ്ടാണ്, ഈ കുഞ്ഞിനെ കുറച്ച് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് പോകുമ്പോൾ ആ ചെരുപ്പ് ഇടിച്ച് പോകാൻ വേണ്ടിയിട്ട് ഒരു പുതിയ ചെരുപ്പ് മേടിച്ചല്ലേ. അപ്പോൾ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ ഇടിക്കാൻ വേണ്ടി ആ കുഞ്ഞിനെ ചെരുപ്പ് മാറ്റി വെച്ചു. ആ ചെരുപ്പ് ഈ ദിയാമോൾ സ്വന്തം, അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ചെരുപ്പ്, പുതിയ ചെരുപ്പല്ലേ, പിള്ളേരല്ലേ, അത് എടുത്തിട്ടാണ്. അത് പിടിച്ച് പറിച്ച് മേടിച്ച് വെച്ച് മിനിറ്റുകൾക്കുള്ളിൽ കുഞ്ഞ് പോവുകയാണ്. കുഞ്ഞ് പോയ ആ ഒരു വേദന ഈ 10 വർഷം പിന്നിടുമ്പോഴും ആ ഉമ്മയുടെ മനസ്സിൽ അത് തന്നെയാണ്. ഈ ഉമ്മയുടെ ഉള്ളങ്ങനെ വേകുന്നത് ആ സംസാരത്തിൽ കൂടെ കൃത്യമായിട്ട് നമുക്ക് വായിച്ചെടുക്കാം. കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് ആ ചെരുപ്പ് എന്തിനാണ് പടച്ചോനെ ഞാൻ മേടിച്ചത്. ഞാൻ
ഇപ്പോഴും അലമാരയിൽ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അവളെ ആ ഒരു ഉടുപ്പും ഇപ്പോഴും ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇത്രയ്ക്ക് വേദനയോട് എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. ഞാൻ അത്ര ഇതിലാണ് നിൽക്കുന്നത്. അത് ആരോട് എങ്ങനെ പറഞ്ഞു നിൽക്കുന്നത് എനിക്കറിയുന്നില്ല. എൻ്റെ മോളെ ഒന്ന് കിട്ടിയാൽ മതി, എനിക്ക് വേറെ ഒന്നും വേണ്ട. എൻ്റെ മോളെ എൻ്റെ കയ്യിലൊന്ന് വന്ന് ചേർന്നാൽ മതി. എൻ്റെ പ്രതീക്ഷ എനിക്ക് മോളെ കിട്ടുന്നുള്ള ഒറ്റൊരു വിശ്വാസത്തിലാണ് ഞാൻ ഇന്ന് ജീവിച്ചു പോകുന്നത്. എൻ്റെ മോളെ എനിക്ക് കാണണം. ഞാൻ വിചാരിച്ചിട്ടുണ്ട് മാനസികം വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചില്ല പടച്ചോനെ എൻ്റെ മോളെ കിട്ടുന്ന. അപ്പോഴും ഞാൻ വിചാരിക്കുന്നത് എൻ്റെ മോൾ എൻ്റെ കയ്യിലേക്ക് വരുന്നുണ്ട്. ഞാൻ മാനസികമായിട്ട് നിന്ന് കഴിഞ്ഞാൽ എൻ്റെ മോള് കാണുമ്പോൾ ഞാൻ വേറെ രൂപത്തിലായിരിക്കും. എനിക്ക് മോളെ തിരിച്ചറിയാതിരുന്നാൽ വേണ്ട, മാനസികം വേണ്ടല്ലോ എനിക്ക് എൻ്റെ മോളെ കണ്ടിട്ടും മരിച്ചാൽ മതി. എൻ്റെ മോളെ കണ്ടിട്ട് എൻ്റെ മനസ്സ് മാറിയാൽ മതി എന്ന് വെക്ക് വരെ ഞാൻ അങ്ങനെയും പറയണ്ട. ആദ്യം മാനസികം വരണം എന്ന് പറയും, പിന്നെ ഞാൻ പറയും എനിക്ക് വരണ്ട, എൻ്റെ മോളെ കാണുമ്പോൾ നല്ല ബുദ്ധിയിൽ എനിക്ക് കാണണം. അതുകൊണ്ട് എൻ്റെ മോളെ കാണിക്കുന്ന സമയത്ത് എനിക്ക് അവളെ ഓർമ്മ വരണത് എൻ്റെ മോള് ദിയാണ് എന്നുള്ളത്. അങ്ങനെ എനിക്ക് വേണമല്ല, എന്നിട്ട് തന്നെ നീ എന്നെ കൊണ്ടുപോയിക്കോന്നാ ഞാൻ പറയരുത്. എൻ്റെ മോളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. എന്നാലും ഞാൻ അവളെ ഓർത്ത് വരും എന്നുള്ള പ്രതീക്ഷയോട് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. കരഞ്ഞ് കലങ്ങി കണ്ണുനീർ പറ്റിയ ഒരു ഉമ്മയാണ് നിങ്ങൾ കണ്ടത്. വർഷങ്ങൾക്ക് മുൻപ് അവരുടെ കുഞ്ഞ് അവരെ വിട്ടുപോയി. ഒരുപാട് ഓർമ്മകളാണ് ആ സ്ത്രീയുടെ മനസ്സിൽ ഇന്നും ഉള്ളത്. അവർ പറയുന്നത് അവരുടെ സമനില തെറ്റിയ ഒരു മട്ടാണെന്ന്. പല രാത്രിയിലും അവരൊരു മെൻ്റൽ പേഷ്യൻറ്റിൻ്റെ അവസ്ഥയിലേക്ക് പോകുന്നു. അവർ ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇനി എന്നെങ്കിലും ദിയാമോൾ മടങ്ങി വരുമെന്ന് അവർ ഉറച്ച് പ്രതീക്ഷിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുകയാണ്. എന്നെങ്കിലും എൻ്റെ ദിയാമോൾ മടങ്ങി വന്നാൽ അതെൻ്റെ ദിയാമോൾ ആണ് എന്നുള്ളത് എൻ്റെ സമനില തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാനാകുമോ? അതുകൊണ്ട് പടച്ചോനെ എൻ്റെ സമനില തെറ്റിക്കല്ലേ എന്ന് ഈ ഉമ്മ നിലവിളിക്കുകയാണ്. ഓരോ ദിവസവും നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. കൃത്യമായി നിസ്കരിച്ച് പ്രാർത്ഥിച്ച് അവരിപ്പോഴും അവരുടെ ഭർത്താവ് ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നാളെ നമുക്ക് ജോലി ഉപേക്ഷിച്ച് ദിയമോളെ അന്വേഷിച്ച് ഇറങ്ങിയാലോ. കുഞ്ഞ് നഷ്ടപ്പെട്ട് 10 വർഷം പിന്നിടുമ്പോഴും ഈ സ്ത്രീക്ക് ഓർമ്മിക്കുവാനും പറയുവാനും ഇത് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്.